ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അവരുടെ മനസ്സിൽ എന്താണുള്ളത്? ഇതെല്ലാം മനസ്സിലാക്കുന്നത് സാധ്യമാണോ? ഉത്തരം അതെ, സാധ്യമാണ്. 100% എന്നും പറയാനാകില്ല, പക്ഷെ ഒരു പരിധിവരെ, അതും കൃത്യമായി നിങ്ങൾക്ക് മറ്റൊരാളുടെ മനസ്സിന്റെ ചിന്തകൾ വായിക്കാനാകും. ഇത് യാതൊരു അത്ഭുത ശക്തിയുമല്ല, യാതൊരു മാജിക്കുമല്ല. ഇത് ശാന്തമായ മനസ്സിന്റെ പരിശീലനമാണ്. പല ജ്യോതിഷികൾ, മനഃശാസ്ത്രജ്ഞർ, സ്പിരിച്വൽ ഗൈഡുകൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അവർ നിങ്ങളോട് 1-2 വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനോഭാവം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കും. നിങ്ങൾ ഇവരുടെ ഈ കഴിവ് അത്ഭുതമാണ് എന്നാണ് കരുതുന്നത്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? അവർ വർഷങ്ങളായി ആത്മപരിശീലനം നടത്തി അവർ പഠിച്ച കഴിവാണത്. നിങ്ങൾക്ക് മറ്റൊരാളിന്റെ മനസ്സറിയാൻ ആഗ്രഹമുണ്ടോ? വരൂ, നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം. മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ ആദ്യം സ്വന്തം മനസ്സ് ശാന്തമാകണം. ഒരു സ്റ്റോറി പറയാം ഞാൻ. ഒരു സന്യാസിയുടെ കഥ. അദ്ദേഹം തന്റെ ശിഷ്യർക്ക് പറഞ്ഞുകൊടുത്ത ഉപദേശം: വാക്കുകൾ കേട്ടു പഠിക്കേണ്ട, മനസ്സിന്റെ വികാരങ്ങൾ കേൾക്കാൻ പഠിക്കും എന്നാണ്. അദ്ദേഹം തന്റെ ശിഷ്യരെ എന്നും ഒരു മുറിയിൽ അടക്കിയും മണിക്കൂറുകളോളം ഒരു വാക്കും സംസാരിക്കാതെ ഇരിക്കുക എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതിനു അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ആദ്യം വാക്ക് നിശബ്ദമാകും, പിന്നെ ചിന്ത നിശബ്ദമാകും, പിന്നെ മനസ്സിന്റെ ആഴം തുറക്കാം. മനസ്സ് ശാന്തമായപ്പോൾ അദ്ദേഹം ഒരു വാക്ക് തന്റെ മനസ്സിൽ മാത്രം ഉച്ചരിക്കാൻ പറഞ്ഞു. എക്സാമ്പിൾ: പൂവ്. അങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യർ ആ വാക്ക് മനസ്സിനുള്ളിൽ കേൾക്കാൻ തുടങ്ങും. ഇത് മാജിക് അല്ല. മനസ്സിന്റെ തരംഗങ്ങൾ സമാധാനത്തിലാകുമ്പോൾ ഭാവങ്ങൾ ദൂരത്തേക്ക് സഞ്ചരിക്കും. നിങ്ങളുടെ മനസ്സ് ചഞ്ചലമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റില്ല. സ്വന്തം മനസ്സ് ഒരിക്കലും നിശ്ചലമാകുന്നില്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിലെ ശബ്ദം നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുക? ബുദ്ധൻ പറഞ്ഞ ഒരു സന്ദേശം നോക്കാം: സംസാരം ഉപേക്ഷിക്കൂ. ശബ്ദം നിശബ്ദമാകുമ്പോൾ മനസ്സ് സമാധാനമാകും. ഒരു ശാന്തമായ മനസ്സുള്ളവൻ വാക്കുകൾ കേൾക്കാതെ തന്നെ മനസ്സിന്റെ വികാരങ്ങൾ അറിയും. അതുകൊണ്ടാണ് മനഃശാസ്ത്രജ്ഞർ ഒരാളെ കണ്ടാൽ ഒറ്റനോട്ടത്തിൽ, അവരുടെ ശ്വാസതാളത്തിൽ, അവരുടെ ഉള്ളിലെ വേദനയും ആശങ്കയും മനസ്സിലാക്കുന്നത്. മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമൊന്ന്: ദിവസത്തിൽ 10 മുതൽ 15 മിനിറ്റ് പൂർണ്ണ നിശബ്ദതയിലിരിക്കുക. ഒരു വാക്കുപോലും സംസാരിക്കാതെ, ഫോണില്ലാതെ. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റി കേവലം നിങ്ങളുടെ മനസ്സിനെ മാത്രം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. 2. ശ്വാസത്തെ അറിയുക. മറ്റെല്ലാം സ്വാഭാവികമായി ശാന്തമാകും. 3. ആളുകളെ ഗഹനമായി നിരീക്ഷിക്കുക. അവരുടെ മുഖഭാവം, ശരീരഭാഷ, ശ്വാസതാളം, ശബ്ദത്തിന്റെ വിറയൽ. ഇതാണ് മനസ്സിന്റെ ഭാഷ. പോയിന്റ് 4. സംസാരം കുറച്ച് ശ്രദ്ധിക്കൂ. ശ്രദ്ധിക്കാനാണ് പഠിക്കേണ്ടത്. നിങ്ങൾ സംസാരിച്ചാൽ അവരത് കേൾക്കും. നിങ്ങൾ നിശബ്ദനായാൽ അവന്റെ മനസ്സ് തുറക്കും. ഇതിന്റെ ഗുണമെന്ത്? ആരാണ് കള്ളം പറയുന്നത് എന്ന് ഉടൻ മനസ്സിലാകും. ആരാണ് നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്നു മനസ്സിലാകും. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ കുറയും. ബിസിനസ് അല്ലെങ്കിൽ ജോബിൽ മറ്റുള്ളവരുടെ മനസ്സ് ഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശക്തനായൊരു വ്യക്തിയാകും. ഒരാൾ വാക്കിൽ ഒന്നും പറയാതെ അവന്റെ ഉള്ളിലിരിപ്പും ഭാവനയും നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു ദിവസം കൊണ്ട് വരില്ല, പക്ഷേ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സിന്റെ ശബ്ദം വളരെ വ്യക്തമായി കേൾക്കാൻ സാധിക്കും. ഞാൻ അഖില. നിങ്ങൾക്ക് എന്റെ ഈ കുഞ്ഞു വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നന്ദി. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.